അമേരിക്കയുടെ പല ഭാഗങ്ങളിലും വീശിയടിച്ച വലിയ ശൈത്യകാല കൊടുങ്കാറ്റിൽ കുറഞ്ഞത് 30 പേരെങ്കിലും മരിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ. ആയിരക്കണക്കിന് വീടുകളിൽ വൈദ്യുതി തടസ്സപ്പെട്ടു, ഗതാഗത ശൃംഖലകൾ സ്തംഭിച്ചു. ഡീപ് സൗത്ത് മുതൽ വടക്ക് കിഴക്കൻ മേഖല വരെയുള്ള പ്രദേശങ്ങളിൽ റെക്കോർഡ് മഞ്ഞുവീഴ്ച. കഴിഞ്ഞിട്ടില്ല. അപകടകരമായ മഞ്ഞുപാളികൾ, അടിഞ്ഞുകൂടൽ, ജീവൻ അപകടപ്പെടുത്തുന്ന തണുപ്പ് എന്നിവയാൽ ബുദ്ധിമുട്ടുകയാണ് അമേരിക്ക. ഈ ശൈത്യകാല കൊടുങ്കാറ്റ് ഇനിയും അവസാനിച്ചിട്ടില്ല എന്നാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്. 5,60,000-ത്തിലധികം വീടുകളിൽ വൈദ്യുതി മുടങ്ങി. നീണ്ടു നിൽക്കുന്ന ഈ ശൈത്യകാല തീവ്രതയ്ക്ക് പരിചിതമല്ലാത്ത തെക്കൻ സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വൈദ്യുതി തടസ്സങ്ങൾ ഉണ്ടായത്. 1994 ശേഷമുള്ള ഏറ്റവും വലിയ ഹിമപാതമാണ് മിസിസിപ്പി നേരിട്ടത്. വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും റോഡുകൾക്കും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു. അമേരിക്കയുടെ വലിയൊരു ഭാഗത്തെ തണുപ്പിച്ചുറക്കി അതിശക്തമായ മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും തുടരുകയാണ്. മിഡ്വെസ്റ്റ് മുതൽ വടക്ക് കിഴക്കൻ മേഖല വരെയുള്ള ജനജീവിതം പൂർണ്ണമായും സ്തംഭിച്ച അവസ്ഥയിലാണ്. യാത്രാ സൗകര്യങ്ങളെയാണ് ഈ പ്രകൃതിക്ഷോഭം ഏറ്റവും മോശമായി ബാധിച്ചിരിക്കുന്നത്. 5000-ലധികം വിമാന സർവീസുകൾ ഇതിനകം റദ്ദാക്കി കഴിഞ്ഞു. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് വൈദ്യുതി ബന്ധം തകരാറിലായത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ കഠിനമായ തണുപ്പിൽ ദുരിതത്തിലാഴ്ത്തി. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പുരോഗമിക്കുമ്പോഴും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആശങ്ക ഉണർത്തുന്നത് തന്നെയാണ്. 5000-ലധികം വിമാനങ്ങൾ റദ്ദാക്കിയതോടെ നാട്ടിലേക്ക് പോകാനിരുന്നവരും അമേരിക്കയ്ക്കുള്ളിൽ യാത്ര ചെയ്യാനിരുന്നവരും വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നു. കണക്ഷൻ ഫ്ലൈറ്റുകൾ ലഭിക്കാത്തത് വലിയ സാമ്പത്തിക നഷ്ടത്തിനും മാനസിക വിഷമത്തിനും കാരണമാകുന്നതാണ്. യുഎസിലുടനീളം ആഞ്ഞടിക്കുന്ന കനത്ത ഹിമക്കാറ്റിനെ തുടർന്ന് 5303 വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടത്. 4380 വിമാന സർവീസുകൾ വൈകുന്നു. കനത്ത മഞ്ഞുവീഴ്ച യാത്രകളെ തടസ്സപ്പെടുത്തുകയും ഗതാഗത ശൃംഖലകളെ താറുമാറാക്കുകയും ചെയ്തു കഴിഞ്ഞു. രാവിലെ 8:20 ഷെഡ്യൂൾ ചെയ്ത വിമാനങ്ങളിൽ ഏകദേശം 14% റദ്ദാക്കപ്പെട്ടു. ഇക്കഴിഞ്ഞ ഞായറാഴ്ച 11,000-ത്തിലധികം വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. ലഭ്യമാകുന്ന കണക്കുകൾ അനുസരിച്ച് കോവിഡിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്കാണിത്. അമേരിക്കൻ എയർലൈൻസ് ആണ് കഴിഞ്ഞ ദിവസം ഏറ്റവും അധികം വൈകി ഓടിയത്. ഏകദേശം 900 വിമാനങ്ങൾ റദ്ദാക്കുകയും 600 എണ്ണം വൈകുകയും ചെയ്തു. തൊട്ടു പിന്നാലെ റിപ്പബ്ലിക് എയർവൈസ്, ജെറ്റ് ബ്ലൂ എയർവൈസ്, ഡെൽറ്റ എയർലൈൻസ് എന്നിവയാണ്. ഈ ശീതക്കാറ്റ് കാർഗോ പ്രവർത്തനങ്ങളെയും താറുമാറാക്കി. 2 ഡസനിലധികം US സംസ്ഥാനങ്ങളെ ഹിമക്കാറ്റ് ബാധിച്ചു കഴിഞ്ഞു. ഹിമക്കാറ്റ് റോഡ് യാത്രക്കാരെയും തടസ്സപ്പെടുത്തി. മഞ്ഞുവീഴ്ച, ശക്തമായ കാറ്റ്, ഐസ് എന്നിവ കൂടുതൽ വ്യാപിക്കുന്നതോടെ ഡ്രൈവിംഗ് സാഹചര്യങ്ങൾ അപകടത്തിലാവുകയാണ്. അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അമേരിക്കയിലെ ഭൂരിഭാഗം സ്റ്റേറ്റുകളെയും ഒരു വെള്ള പുതപ്പിനുള്ളിലാക്കി ആഞ്ഞടിക്കുകയാണ് ശൈത്യ കൊടുങ്കാറ്റ്. ദശലക്ഷക്കണക്കിന് മനുഷ്യർ നേരിടുന്ന അതിജീവന പോരാട്ടം കൂടിയാണ്. ഇതിന്റെ ആഘാതം പ്രവാസികളിൽ വ്യത്യസ്ത തലങ്ങളിലാണ് അനുഭവപ്പെടുന്നത്. ഉപരിപഠനത്തിനായി അമേരിക്കയിലെത്തിയ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഈ സാഹചര്യം വലിയ വെല്ലുവിളിയാണ്. പാർട്ട് ടൈം ജോലികൾ ഇല്ലാതാകുന്നത് അവരുടെ സാമ്പത്തിക ഭദ്രതയെ ബാധിക്കും. അമേരിക്കൻ ഐക്യനാടുകളെ നിശ്ചലമാക്കിയ ഈ ശൈത്യ കൊടുങ്കാറ്റ് പ്രകൃതിയുടെ പ്രഹരശേഷി എത്രത്തോളം ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കൂടിയാണ്. ദശലക്ഷക്കണക്കിന് ആളുകളെ ഇരുട്ടിലാക്കിയ ഈ പ്രതിസന്ധി പ്രത്യേകിച്ച് പ്രവാസി മലയാളികളുടെ ജീവിതക്രമത്തെ പാടെ തെറ്റിച്ചിരിക്കുന്നു. ഗതാഗതവും തൊഴിലും തടസ്സപ്പെട്ട ഈ സാഹചര്യത്തിൽ അതിജീവനം തന്നെയാണ് പ്രധാന ലക്ഷ്യം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഗോള പ്രത്യാഘാതങ്ങൾ വികസിത രാജ്യങ്ങളെ പോലും എത്രത്തോളം ദുർബലമാക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. എങ്കിലും സംഘടനകളുടെയും പ്രാദേശിക കൂട്ടായ്മയുടെയും സഹായത്തോടെ ഈ വെല്ലുവിളിയെ മറികടക്കാൻ പ്രവാസികൾക്ക് സാധിക്കുമെന്ന് പ്രത്യാശിക്കാം. സുരക്ഷിതരായിരിക്കുക എന്നതും നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതുമാണ് ഈ ഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം. ഈ ശൈത്യകാല കൊടുങ്കാറ്റ് അമേരിക്കയെ ആകെ ആടി ഉലച്ചു കളഞ്ഞു. ഇതിപ്പോഴും തുടരുകയാണ്. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ ഇനിയും നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷകർ നൽകുന്ന മുന്നറിയിപ്പ്.